ഓക്കെ വരുവാണേ. ആ പറഞ്ഞോ. ഓക്കെ ആലും ഉണ്ടോവാ? സാധാരണ റെക്കോർഡ് ചെയ്യാറില്ല. നോക്കട്ടെ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വേവ് മേക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് യാത്ര പോകുന്നത് തമിഴ്നാട് സ്ഥിതി ചെയ്യുന്ന മേഘമല കാണാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് നമ്മുടെ പാലായിൽ നിന്നും പാലാ KSRTC ഡിപ്പോയിൽ നിന്നും KSRTC ഒരുക്കുന്ന BTC എന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഒരു ഉല്ലാസ യാത്രയിലാണ് നമ്മൾ മേഘമലയിലേക്ക് പോകുന്നത്. അപ്പോൾ പോകുന്ന കാഴ്ചയിലെ മനോഹരമായ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോയും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം അധികം താമസിക്കാതെ നേരെ നമ്മുടെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. പാലായിൽ നിന്നും രാവിലെ കൃത്യം 5 മണിക്കാണ് കേട്ടോ നമ്മൾ യാത്ര തിരിച്ചത്. പ്രഭാത ഭക്ഷണം എല്ലാം കഴിച്ച് നമ്മൾ കമ്പത്തെത്തിയിട്ട് കമ്പത്തുള്ള മുന്തിരിപ്പാടങ്ങളിലെല്ലാം കയറി ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ എടുത്തു. തുടർന്ന് അവിടെ നിന്ന് പിന്നെയും മേഘമലയിലേക്ക് യാത്ര തിരിച്ചു. മേഘമല എത്തുന്നതിന് മുമ്പായിട്ട് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമ്മൾ എത്ര മണിക്ക് കയറുന്നു, എത്ര മണിക്ക് ഇറങ്ങുന്നു എന്നൊക്കെ കൃത്യമായി രേഖപ്പെടുത്തണം കേട്ടോ. നമ്മൾ ചെക്ക് പോസ്റ്റിലെല്ലാം കഴിഞ്ഞിങ്ങനെ പോരുകയാണ്. ആ മനോഹരമായ കുറച്ച് കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പകൽ മുഴുവനും കുന്നിറങ്ങി വരുന്ന മേഘങ്ങളുടെ നാട്, വളഞ്ഞു കിടക്കുന്ന ചുരം കയറിയെത്തുന്ന അത്ഭുത ലോകം, മലയാളികൾക്ക് കൗതുകം സമ്മാനിക്കുന്ന ഈ ഇടമാണ് മേഘമല. പേരിലെ വ്യത്യസ്തത തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകളിലും കാത്തിരിക്കുന്നത്. കാഴ്ചയിലും കാലാവസ്ഥയിലുമൊക്കെ മൂന്നാറിനോട് മത്സരിച്ച് നിൽക്കുന്ന ഇടം. പക്ഷേ അധികമായില്ല സഞ്ചാരികളുടെ പ്രിയ ലക്ഷ്യസ്ഥാനമായി മാറിയിട്ട്. തമിഴ്നാടിൻ്റെ നാടൻ കാഴ്ചകളും കൃഷിയും ഗ്രാമങ്ങളും കണ്ടു പോകുമ്പോൾ മേഘങ്ങളെ മുത്തി നിൽക്കുന്ന തേയിലത്തോട്ടം കണ്ട് കയറി ചെല്ലുന്ന ഇടമാണ് നമ്മുടെ മേഘമല. മേഘമലയേക്കാൾ കൗതുകം ഇവിടേക്കുള്ള യാത്രയാണ്. കുമളിയിലെത്തി കമ്പം ചുരമിറങ്ങി ചിന്നമണ്ണൂർ വഴിയാണ് മേഘമലയിലേക്കുള്ള വഴി. ഇടുക്കി യാത്രയിൽ ഒരു രാവും ഒരു പകലും കൂടി അധികം എടുത്താൽ ആർക്കും ഒന്ന് പോയി കണ്ടുവരാം ഈ നാട്. പച്ചയാണ് മേഘമലയുടെ നിറം. തേയിലക്കാടുകൾ മേഘമലയ്ക്ക് സ്നേഹത്തോടെ സമ്മാനിച്ച നിറം. 18 ഹെയർപിൻ വളവുകൾ താണ്ടി മേഘമലയെത്തുക എന്നത് ഒരു ചില്ലറ കാര്യമല്ല. കൊടും വളവും നട്ടുച്ചയ്ക്ക് പോലും മുന്നറിയിപ്പില്ലാതെ എത്തുന്ന കോടമഞ്ഞും പതിവിലും നേരത്തെ എത്തുന്ന സന്ധ്യയും എല്ലാം ചേരുമ്പോൾ മേഘമലയായി. ഒന്ന് കൈയെത്തിപ്പിടിച്ചാൽ മേഘം കയ്യിലെത്തുന്ന ഇടം കൂടിയാണ് ഇവിടം.
ഒരു മൂന്നാർ യാത്ര പോലെയോ ഊട്ടി ട്രിപ്പ് പോലെയോ ഒക്കെയോ മനസ്സിൽ കണ്ടാണ് പലരും മേഘമലയുടെ ചുരങ്ങൾ കയറുന്നത്. എന്നാൽ അങ്ങനെ ഒരു മനസ്സോടെയാണ് പോകുന്നതെങ്കിൽ മേഘമല നിരാശപ്പെടുത്തും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നൈറ്റ് ലൈഫും അടിച്ചുപൊളിയും ഒന്നുമില്ലാതെ 7 മണി കഴിയുമ്പോൾ ലൈറ്റ് അണയുന്ന തീർത്തും ഗ്രാമീണ പ്രദേശമാണ് മേഘമല. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ അറിയാതെ വന്നാൽ മേഘമല നിങ്ങൾക്ക് വൻ നിരാശയായിരിക്കും നൽകുക. തീർത്തും ഗ്രാമീണ പ്രദേശമായ മേഘമലയിലേക്ക് നിങ്ങൾ ഒരിക്കലും ഒരു അടിച്ചുപൊളി മൂഡിൽ പോകരുത്. ഈ പ്രദേശത്തിന്റെ ശാന്തതയും മനോഹാരിതയും ആസ്വദിക്കുക. ഇവിടേക്കുള്ള രസകരമായ യാത്രയിൽ മാറി മാറി വരുന്ന കാഴ്ചയും കാലാവസ്ഥയും നേരിട്ടറിയുക. എന്നിങ്ങനെയൊക്കെയുള്ള ലക്ഷ്യങ്ങളായിരിക്കണം മേഘമല യാത്രയിൽ നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടത്. അധികം ആളുകളോ ബഹളങ്ങളോ ഒന്നുമില്ലാത്ത, തിരക്ക് കണ്ടിട്ട് പോലുമില്ലാത്ത ഈ നാട് സഞ്ചാരികളിൽ നിന്ന് ആവശ്യപ്പെടുന്നതും ഈ ശാന്തത തന്നെയാണ്. അങ്ങനെ യാത്ര മുന്നോട്ട് പോകുന്ന അവസരത്തിൽ ഡ്രൈവറേട്ടൻ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, നിങ്ങൾ വഴിയുടെ ഇരുവശത്ത് നോക്കി നിന്നോ, കാടുകളൊക്കെ ഉണ്ട്, അപ്പോൾ അത്യാവശ്യം ചിലപ്പം കാട്ടുമൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചു തന്നെ ഇരുന്നു കേട്ടോ. ദേ നോക്കിയപ്പോൾ ഒരു കാട്ടുപോത്ത് അവിടെ നിന്ന് പുല്ല് തിന്നുന്നുണ്ട്. ആശാൻ ഇങ്ങനെ അറമാദിച്ച് നിന്ന് പുല്ല് തിന്നുവാണ്. അപ്പം ആ ഒരു കാഴ്ച പെട്ടെന്ന് എല്ലാവരും കണ്ടു കേട്ടോ. നമ്മുടെ കണ്ടക്ടറുടെ ഒക്കെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ അധികം ഒച്ചയൊന്നും ഉണ്ടാക്കാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. ആശാൻ ഇങ്ങനെ പുല്ലൊക്കെ തിന്നിട്ട് ആ കാടിൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമോ എന്നറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് പുള്ളിക്ക് ഇങ്ങനെ ഇറങ്ങിയൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ കൂടെ ആദ്യമായിട്ടും നേരത്തെയും കാട്ടുപോത്തിനെ കാണുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരേപോലെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം ഈ യാത്രയിൽ ആദ്യമായിട്ട് ഞങ്ങൾ കാണുന്ന ഒരു കാട്ടുപോത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. അങ്ങനെ പിന്നെയും നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ് കേട്ടോ. നിങ്ങൾ കണ്ടോ, വഴിക്ക് കാണാൻ എന്ത് രസമാണല്ലേ, നീലാകാശവും പച്ചപ്പും അതിനോടൊപ്പം തന്നെ വളരെ മനോഹരമായ റോഡും. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ മനോഹരമായ യാത്ര തന്നെയായിരുന്നു നമ്മുടെ മേഘമലയിലേക്കുള്ള ഈ യാത്ര. ഏറ്റവും എന്നെ ആകർഷിച്ച സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ആ പച്ചപ്പും അതിനിടയ്ക്കൂടെ നീലാകാശവും പിന്നെ മേഘക്കെട്ടുകളും എല്ലാം കൂടി ആകുമ്പോൾ ഉണ്ടല്ലോ എന്ത് രസമാണെന്നറിയോ. ആ നേരിട്ടുള്ള ഒരു കാഴ്ച അത് കണ്ടു തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ.
നമ്മളങ്ങനെ പോകുന്നത് പല കാടിനൊക്കെ നടുക്കൂടെയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വഴിയിലൊക്കെ നല്ല ചൂട് ആനപ്പിണ്ടമൊക്കെ കിടക്കുന്നതൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വഴിയുടെ 2 സൈഡിൽ നമ്മൾ ശ്രദ്ധിച്ച് ആനയുണ്ടോ, കാട്ടുപോത്തുണ്ടോ, അങ്ങനെ എന്തെങ്കിലും കാട്ടുജീവികളൊക്കെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടോ കേട്ടോ എല്ലാവരും ഇരുന്നത്. കാരണം ഈ യാത്ര എല്ലാവർക്കും അത്രയും നല്ലൊരു അനുഭവം സമ്മാനിക്കുന്ന ഒരു യാത്ര തന്നെയായിരുന്നു. കാരണം മുന്നിൽ കാണുന്ന ഓരോ കാഴ്ചകളും വ്യത്യസ്തങ്ങളായ കാഴ്ചയും അതുപോലെ പ്രകൃതിയുടെ ഭംഗി എടുത്തു പറയേണ്ടതായിട്ടുള്ള കാഴ്ചകളും എല്ലാം വളരെ വളരെ മനോഹരമായ കാഴ്ചകൾ ഓരോ യാത്രികൻ്റെ മനസ്സിലും സമ്മാനിക്കുന്ന കുറേ നിമിഷങ്ങളും എല്ലാം തരുന്ന ആ മേഘമല ട്രിപ്പ് ഉണ്ടല്ലോ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ മേഘമലയിലേക്ക് പോകുന്ന ട്രിപ്പ് ഇത്രമാത്രം, അല്ലെങ്കിൽ ഈ മേഘമലയിലേക്ക് പോകുന്ന ഈ വഴി ഇത്രമാത്രം ഭംഗിയാണെങ്കിൽ മേഘമല എത്തുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും എന്നുകൂടി നമ്മളത് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ മുന്നോട്ട് കണ്ടുകൊണ്ടിരിക്കുക. KSRTCയുടെ ഈ ഉല്ലാസയാത്രയിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 2 വ്യക്തിത്വം നമ്മുടെ ഡ്രൈവർ ചേട്ടനും കണ്ടക്ടർ ചേട്ടനുമായിരുന്നു കേട്ടോ. ഈ പോകുന്ന യാത്രയിലൊക്കെ അവർ എത്രമാത്രം സപ്പോർട്ടീവ് ആയിരുന്നു നിങ്ങൾക്കറിയാവോ. അതായത് ഓരോ മനോഹരമായ കാഴ്ചകൾ കാണുമ്പോഴും എന്നെ വിളിച്ചു പറയും, ലിജോ അത് ഷൂട്ട് ചെയ്യുക, നല്ല നല്ല രസമുണ്ട് കാണാൻ, അതെടുക്കുക എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വണ്ടിയുടെ സ്പീഡൊക്കെ കുറച്ച് തരും. നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ഒത്തിരി സപ്പോർട്ടീവ് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവർ ഏട്ടൻ നമ്മുടെ ആള് നമ്മുടെ അതായത് അജോഷ് ഏട്ടനായിരുന്നു നമുക്കന്ന് ഡ്രൈവറായിട്ട് വന്നത്. അജോഷ് ഏട്ടനായിരുന്നു. കണ്ടക്ടറായിട്ട് നമ്മുടെ അന്ന് ഉണ്ടായിരുന്നത് ശ്രീകാന്ത് ഏട്ടനായിരുന്നു കേട്ടോ. ശ്രീകാന്ത് ഏട്ടനാണെങ്കിൽ അടിപൊളിയാണ്, നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പം ഓരോ സ്പോട്ട് എത്തുമ്പോൾ ലിജോ അടുത്തൊരു സ്പോട്ടുണ്ട്, റെഡി ആയിട്ടിരുന്നു, ക്യാമറ റെഡിയാക്കി വെച്ചു, നല്ല കാഴ്ചയാണ് അവിടെ നമുക്ക് കിട്ടാൻ പോണത് എന്നൊക്കെ പറഞ്ഞ് എന്നെ റെഡിയാക്കി ഇരുത്തുമായിരുന്നു. ഫോട്ടോ എടുക്കാനും വീഡിയോ ഒക്കെ എടുക്കാനും നല്ല സപ്പോർട്ടായിരുന്നു. അതുപോലെ നമ്മുടെ കൂടെ വന്ന ആൾക്കാർ അവരാണെങ്കിൽ അതിനേക്കാളുപരി നല്ല എല്ലാവരും ഒരു കുടുംബം പോലെ ഒന്നിച്ചുള്ള യാത്ര. ഒരുപാട് ആൾക്കാർ ദിവസവും എത്തിച്ചേർന്ന വളരെ മനോഹരമായ സ്ഥലത്തേക്ക് മേഘമലയിലേക്ക് അങ്ങനെ അടിച്ചു പൊളിച്ച് ഞങ്ങൾ പോവാണ് കേട്ടോ. അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മുടെ യാത്രയുടെ ഗതി തന്നെ മാറുകയാണ് കേട്ടോ. അതായത് കാഴ്ചകൾ മൊത്തത്തിൽ മാറാൻ പോവുകയാണ്. ഇവിടെ മുതൽ ഇനി അങ്ങോട്ട് പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അജോഷ് ചേട്ടൻ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു, ലിജോ ക്യാമറയൊക്കെ റെഡിയാക്കി വെച്ചു, നമുക്ക് തേയിലത്തോട്ടത്തിലേക്ക് കയറുന്ന ആ ഭാഗം തന്നെ ഷൂട്ട് ചെയ്യണം. അപ്പോൾ അദ്ദേഹം പലവണ വന്ന് പരിചയമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ക്യാമറയൊക്കെ റെഡിയാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഈ കാടുകളും മേടുകളും എല്ലാം താണ്ടി നമ്മുടെ ആനവണ്ടി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഒരു വീഡിയോ എടുക്കണമെന്ന് അദ്ദേഹം പ്രത്യേകം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ തൊട്ട് നമുക്ക് തേയിലക്കാടുകൾ ആ തുടങ്ങുന്ന ഭാഗം മുതൽ തന്നെ നമുക്ക് തേയിലത്തോട്ടം ഷൂട്ട് ചെയ്യാനുള്ള അവസരം അദ്ദേഹം കാരണം കിട്ടി കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, എല്ലാ യാത്രക്കാരായാലും KSRTC ഡ്രൈവർ അല്ലെങ്കിൽ കണ്ടക്ടർ ഇവരാരായാലും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ യാത്ര വളരെ മനോഹരമായി നമുക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഈ കാണുന്ന സ്ഥലം മുതൽ നമ്മൾ വേറൊരു ലോകത്ത് എത്തിയൊരു ഫീലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. നല്ല പച്ചപ്പ് നിറഞ്ഞ കൂമ്പിട്ട് നിൽക്കുന്ന തേയിലത്തോട്ടങ്ങൾ, തേയിലക്കാടുകൾ, നീലാകാശം, വെള്ള മേഘക്കെട്ടുകൾ, അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. മേഘമലയിലേക്ക് എത്തുന്ന ഓരോ യാത്രക്കാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇങ്ങോട്ട് പ്ലാസ്റ്റിക് ഐറ്റംസ് ഒന്നും തന്നെ കയറ്റി വിടത്തില്ല കേട്ടോ. അതായത് പ്ലാസ്റ്റിക് കുപ്പിക്കകത്ത് വെള്ളം പോലും കൊണ്ടുവരാൻ അവർ സമ്മതിക്കത്തില്ല. ചെക്ക് പോസ്റ്റിന് അവിടെ വെച്ച് അവിടെ നമുക്ക് വേസ്റ്റ് ബിന്നിലുണ്ട്, അവിടെ നിക്ഷേപിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് മേഘമലയിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ നിങ്ങൾ വെള്ളം കൂടുതലായിട്ടും കുപ്പിവെള്ളം കരുതുന്നവർ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ ഒഴിവാക്കിയിട്ട് അത്യാവശ്യം ചില്ല് കുപ്പിയിലൊക്കെ വെള്ളം കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വളരെ മനോഹരമായൊരു അന്തരീക്ഷം തന്നെ ഇവിടെ കാത്തു സൂക്ഷിക്കാൻ അവർക്ക് സാധിക്കുന്നത്. പ്ലാസ്റ്റിക് ഒന്നും വലിച്ചെറിയാതെ ഒരു വേസ്റ്റ് കിടക്കുന്നതൊന്നും നമുക്കിവിടെ കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായൊരു കാലാവസ്ഥ അല്ലെങ്കിൽ കാഴ്ചകൾ, വളരെ നല്ലൊരു പ്രകൃതിയും എല്ലാമാണ് നമുക്ക് മേഘമലയിൽ എത്തുമ്പോൾ നമുക്ക് ഓരോ യാത്രക്കാരിലും സമ്മാനിക്കുന്നത്.
അങ്ങനെ മുന്നോട്ട് വളരെ മനോഹരമായ യാത്ര ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ വളരെ അതിശയിപ്പിക്കുന്ന രീതിയിൽ ഒരു കാഴ്ച കണ്ടു കേട്ടോ. നല്ല പച്ച പുതച്ച് നടക്കുന്ന കുറച്ച് തേയിലത്തോട്ടം. അപ്പം അവിടെ എന്തായാലും വണ്ടി നിർത്താം എന്ന് അജോഷ് ചേട്ടൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി, ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഞങ്ങളവിടെ വണ്ടി ഒന്ന് ഒതുക്കി കേട്ടോ. അപ്പം ഒരുപാട് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ആനവണ്ടി ഇങ്ങനെ കിടക്കുന്നുണ്ട്, നല്ല പച്ച പുതച്ച് കിടക്കുന്ന ആ തേയിലത്തോട്ടത്തിന് നടുവിൽ, നീലാകാശത്തിന് നടുവിൽ നമ്മുടെ ചുമന്ന കളറുള്ള ആനവണ്ടി കിടക്കുന്നത് കാണാൻ ഒരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞ് അവൻ്റെ ഒരു വരവുണ്ട് കേട്ടോ, ഈ തേയിലക്കാടിൻ്റെ ഒക്കെ നടുക്കൂടെ വരുന്നൊരു വരവുണ്ട്. അത് നിങ്ങൾ മിസ് ചെയ്യല്, സംഭവം അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മുടെ തമിഴ്നാട്ടിലെ ജമ്മു കാശ്മീർ എന്നൊക്കെ പറയാൻ പറ്റുന്ന നമ്മുടെ സ്വന്തം മേഘമലയിൽ എത്തിച്ചേർന്നിരിക്കണം കേട്ടോ. ഇവിടുന്ന് ഇനി അങ്ങോട്ടും കാഴ്ചകളുടെ ഒരു പർദീസ് തന്നെയാണ് പ്രകൃതി നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത്. ഈ ഇടതുവശം ചേർന്ന് കാണുന്ന ഡാമാണ് കേട്ടോ ഹൈവേസ് ഡാം. അപ്പം ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് ഡാമിൽ വെള്ളവും കാര്യങ്ങളൊക്കെ കുറവാണ്. വെള്ളമില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മുടെ കേരളത്തിലെ ഡാം പോലെയൊന്നുമല്ല തമിഴ്നാട്ടിലെ ഡാം, നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഒരു രാത്രി മേഘമലയിൽ താമസിക്കുന്നുണ്ടെങ്കിൽ രാത്രി താമസത്തിനുള്ള സൗകര്യം മുൻകൂട്ടി ഏർപ്പെടുത്തുക.
വളരെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമുള്ളതിനാൽ ചിലപ്പോൾ മതിയായ സൗകര്യം ലഭിക്കാതെ പോയേക്കാം. ഹോട്ടലുകളും കുറവായതിനാൽ അത്യാവശ്യം ഭക്ഷണം കയ്യിൽ കരുതുക. എന്തു തന്നെയായാലും രാവിലെ കയറുന്നത് തന്നെയാണ് നല്ലത്. തമിഴ്നാട്ടിലെ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ സ്ഥലമാണ് മേഘമല. കമ്പം തേനി വരെ പോകുന്ന യാത്രക്കാർ ഒരല്പം കൂടി മുന്നോട്ട് പോയാൽ കാത്തിരിക്കുന്നത് അവർണ്ണനീയമായ കാഴ്ചകൾ കൊണ്ട് നിറഞ്ഞ ഈ മലയോര ഗ്രാമമാണ്. 6 ഡാമുകളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. 1500 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം ചൂടിനെ അതിജീവിക്കാനും പ്രകൃതിക്ക് നടുവിൽ ശാന്തമായ സമയം ആസ്വദിക്കാനുമുള്ള മികച്ച ഡെസ്റ്റിനേഷനാണ്. തേയിലത്തോട്ടങ്ങളും ഏലക്കാടുകളും ഒക്കെയായി 18 വളവുകൾ താണ്ടി എത്തുന്നത് മേഘമലയുടെ സൗന്ദര്യത്തിലേക്കാണ്. അഴക് കൊണ്ടും കാലാവസ്ഥ കൊണ്ടും മൂന്നാറിനെ തോൽപ്പിക്കും ഈ ഗ്രാമീണ സുന്ദരി. മഞ്ഞിൽ പൊതിയുന്ന മലമടക്കുകളും മഞ്ഞണിഞ്ഞ തേയിലക്കൊളുന്തുകളും തണുപ്പിന്റെ ലഹരിയെ മറയ്ക്കാനായി കമ്പിളിയും പൊതിച്ച് പ്രകൃതിയിലൂടെ നടക്കണം. മനസ്സിന് കുളിരണിയിക്കുന്ന അനുഭവമാണ്. പ്രാദേശിക തമിഴ് ഭാഷയിൽ പച്ച കൊടുമുടികൾ എന്നർത്ഥമുള്ള പച്ചക്കുമാച്ചി എന്നും മേഘമല അറിയപ്പെടുന്നു. സദാസമയവും മേഘത്താൽ ആവരണം ചെയ്യപ്പെട്ട കൊടുമുടിയെ പിൽക്കാലത്ത് നാട്ടുകാർ തന്നെയാണ് മേഘമലൈ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മേഘമലയിലുള്ള ഹൈവേസ് പഞ്ചായത്ത് ഗസ്റ്റ് ഹൗസിന് മുന്നിലാണ് കേട്ടോ. നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. നല്ല ശാന്തമായ അന്തരീക്ഷം. അവിടെ നമുക്ക് അത്യാവശ്യം വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങളെല്ലാം കിട്ടി. വളരെ മനോഹരമായ പ്രകൃതി, അന്തരീക്ഷം, അറ്റ്മോസ്ഫിയർ എല്ലാം കൊണ്ടും യോജിച്ച ഒരു സ്ഥലമായിരുന്നു നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത്. അപ്പോൾ നമ്മുടെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം എങ്ങനെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഭക്ഷണം കഴിച്ച ഹോട്ടലിൽ നിന്നും നമ്മൾ പാഴ്സൽ വാങ്ങിക്കൊണ്ട് പോകുമായിരുന്നു കേട്ടോ. അപ്പം തമിഴ്നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഫുഡ് എങ്ങനെയായിരിക്കും എന്നൊക്കെ കാര്യത്തിൽ നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ആ ഹോട്ടലിൽ നിന്ന് തന്നെ ഫുഡ് മേടിച്ചുകൊണ്ട് പോയി പാഴ്സലായി മേടിച്ച് നമ്മൾ അവിടെ പോയി കഴിക്കുകയായിരുന്നു. അപ്പം അതിനോട് ചേർന്ന് കണ്ട ഒരു വളരെ മനോഹരമായ ഒരു പഴയ പള്ളിയുടെ ഒരു ചിത്രമാണ് അവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ട് നമുക്ക് ഒരുപാട് നേരം അവിടെ നിന്ന് വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കാൻ തോന്നുന്നു. നല്ല കിടിലൻ സ്ഥലങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ തേയിലത്തോട്ടങ്ങളാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച. ഇവിടെ എത്തിയാൽ ആദ്യം ചെയ്യേണ്ടത് നല്ല അടിപൊളി ചായ കുടിക്കാം എന്നതാണ്. കാഴ്ചകൾക്ക് തുടക്കം അങ്ങനെയാവട്ടെ. റൈഡിംഗ് ഇഷ്ടമുള്ളവർക്കായി മേഘമലയിൽ ഓഫ് റോഡ് റൈഡും നടത്താം. ഒക്ടോബർ മുതൽ മെയ് വരെയുള്ള മാസങ്ങളാണ് മേഘമല സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം. ആ സമയങ്ങളിൽ കാലാവസ്ഥ സുഖകരമാണ്. ഇനി മേഘമലയിലേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്ന് നോക്കാം. വഴികൾ കുറേയുണ്ട് മേഘമലയിലേക്ക്. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഇവിടേക്ക് എത്തിച്ചേരാം. എറണാകുളത്ത് നിന്ന് പാല, മുണ്ടക്കയം, കുട്ടിക്കാനം, കുമളി, ബത്തലക്കുണ്ട്, തേനി, ചിന്നമണ്ണൂർ വഴി മേഘമലയിലേക്ക് 410 കിലോമീറ്റർ ദൂരമുണ്ട്. പെട്ടെന്നൊരു നോട്ടത്തിൽ മൂന്നാർ പോലെ തോന്നിക്കുമെങ്കിലും ഇവിടുത്തെ കാഴ്ചകളും യാത്രകളും എല്ലാം വ്യത്യസ്തമാണ്. തിരക്കുള്ള മൂന്നാർ പോകാൻ മടിയുള്ളവർക്ക് ഇവിടേക്ക് വരാം. നിർത്താതെ വീശുന്ന തണുത്ത കാറ്റും മാറാതെ നിൽക്കുന്ന മേഘങ്ങളുമാണ് മേഘമലയുടെ കാഴ്ചയിലെ രസം. ഇവിടെ എത്തിയാൽ ഒരു പകൽ മുഴുവൻ കാണാൻ പറ്റിയ കാഴ്ചകളുണ്ട്. രസം ചോരാതെ മേഘമല യാത്ര പൂർത്തിയാക്കുവാൻ ഒരുപാട് സ്ഥലങ്ങളും അവിടെ സന്ദർശിക്കാനുണ്ട്. മേഘമലയിലെ കാഴ്ചകളിൽ ഏറ്റവും അടിപൊളി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ തടാകം തന്നെയാണ്. പലരുടെയും മനസ്സിലെ മേഘമലയുടെ ചിത്രം തന്നെ ഈ തടാകമാണ്. തേയിലത്തോട്ടത്തിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന മേഘമല തടാകം പുലർക്കാഴ്ചകളിൽ മഞ്ഞിൽ പൊതിഞ്ഞേ കാണാൻ കഴിയൂ. തേയിലത്തോട്ടങ്ങളുടെ പച്ചപ്പും കോടമഞ്ഞിന്റെ വെള്ളയും ചേരുന്ന ഇതിന്റെ കാഴ്ച എന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്നായിരിക്കും. മേഘമല പട്ടണത്തിന് നടുവിൽ തന്നെയാണ് ഇവിടുത്തെ അണക്കെട്ടായ ഹൈവേവി ഡാം സ്ഥിതി ചെയ്യുന്നത്. മേഘമലയിൽ നിരവധി അണക്കെട്ടുകൾ ഉണ്ടെങ്കിലും ഏറ്റവും അടുത്തുള്ളതും എളുപ്പത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്നതും ഇതുതന്നെയാണ്. തേയിലത്തോട്ടങ്ങൾക്കും കാപ്പിത്തോട്ടങ്ങൾക്കും നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1978 നിർമ്മിക്കപ്പെട്ട ഈ അണക്കെട്ട് സന്ദർശിച്ചില്ലെങ്കിൽ മേഘമല യാത്ര പൂർണ്ണമാകില്ല. മഴക്കാലങ്ങളിലാണ് ഇത് ഏറ്റവും മനോഹരമായി കാണപ്പെടുന്നത്. മേഘമലയിലെ മറ്റൊരു ലക്ഷ്യസ്ഥാനമാണ് മണലാർ ഡാം.
ടൗൺ ബസ് സ്റ്റാൻഡിൽ നിന്നും 4 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇത് പ്രകൃതിക്ക് നടുവിൽ സ്വസ്ഥമായി ചെലവഴിക്കാൻ പറ്റിയ സ്ഥലം കൂടിയാണ്. സുരുളി നദിക്ക് കുറുകെയാണിത് നിർമ്മിച്ചിരിക്കുന്നത്. ഫോട്ടോഗ്രാഫിയിൽ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ എത്തിയാൽ രസകരമായ കുറെ ദൃശ്യങ്ങൾ പകർത്താൻ പറ്റും. ഓക്കെ, വരുവാണേ. പറഞ്ഞോ. ഓക്കെ, ആലും ഉണ്ടോവാ? സാധാരണ റെക്കോർഡ് ചെയ്യാറില്ല. നോക്കട്ടെ. മേഘമല കാഴ്ചകളിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള സ്ഥലമാണ് മേഘമല വ്യൂ പോയിന്റ്. നഗരത്തിൽ നിന്നും 11 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വ്യൂ പോയിന്റിൽ നിന്നാൽ ഇവിടുത്തെ എല്ലാ ദൃശ്യങ്ങളും ഒറ്റ നോട്ടത്തിൽ കാണാൻ സാധിക്കും. ചെറിയൊരു നടത്തം വേണ്ടി വന്നേക്കും ഇതിന് മുകളിലെത്തുവാൻ. രാവിലെ 6 മുതൽ വൈകിട്ട് 5 വരെയാണ് ഇവിടെ സന്ദർശിക്കാൻ പറ്റിയ സമയം. ടൗണിൽ നിന്നും 11 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഇരവഗിലർ അണക്കെട്ട് പരമാവധി 1 മണിക്കൂറെടുത്ത് പോയി വരാൻ പറ്റിയ സ്ഥലമാണ്. മേഘമലയിലെ മാത്രമല്ല, തമിഴ്നാട്ടിലെ തന്നെ മനോഹരമായ അണക്കെട്ടുകളിലൊന്നാണ് ഇത്. നിരവധി ആളുകൾ സന്ദർശിക്കുന്ന സ്ഥലം കൂടിയാണ്. മേഘമലയിൽ നിന്നും ഇവിടേക്ക് ബസ് സർവീസ് ലഭ്യമാണ്. കൂടുതൽ സമയവും മഞ്ഞു പൊതിഞ്ഞു നിൽക്കുന്ന ഇത് തമിഴ്നാടിന്റെ വൈദ്യുതി വകുപ്പാണ് പരിപാലിക്കുന്നത്.
മേഘമലയോട് ചേർന്ന് തന്നെയാണ് മേഘമല വൈൽഡ് ലൈഫ് സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത്. വ്യത്യസ്തങ്ങളായ ജീവജാലങ്ങൾ വസിക്കുന്ന ഇവിടം 600 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ളതാണ്. ഒക്ടോബർ മുതൽ മെയ് വരെയുള്ള സമയമാണ് ഇവിടം സന്ദർശിക്കുവാൻ അനുയോജ്യം. ആന, കടുവ, പുലി, നീലഗിരിത്താർ തുടങ്ങിയ വ്യത്യസ്തങ്ങളായ ജീവികൾ ഇവിടെ വസിക്കുന്നു. അങ്ങനെ കുറച്ചു നേരത്തെ വളരെ മനോഹരമായ കാഴ്ചകൾക്കും യാത്രകൾക്കും ഒടുവിൽ നമ്മൾ മഹാരാജാമേട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതൊരു വ്യൂ പോയിന്റ് ആണ്. ഇവിടെ നമ്മുടെ ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന ഈ വഴിയിൽ നിന്നും ഏകദേശം ഒരു 250 മീറ്ററോളം നമുക്ക് നടക്കാനുണ്ട്. ചെറിയൊരു കയറ്റമൊക്കെയാണ്. അപ്പോൾ അത് കയറി ചെന്നിട്ട് പിന്നെ നമ്മളെ കാത്തിരിക്കുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളി കാഴ്ചയാണ്. അപ്പോൾ സംഭവം എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മളിങ്ങനെ മേളിലേക്ക് കയറി പോകാൻ വേണ്ടി തീരുമാനിച്ചു. ആ കാണുന്ന വഴി കണ്ടോ, അതിലെയാണ് നമ്മൾ മേളിലേക്ക് മഹാരാജാമേട്ടിൻ്റെ വ്യൂ പോയിന്റിലേക്ക് നമ്മൾ കയറി പോകുന്നത്. അപ്പോൾ 2 വ്യൂ പോയിന്റ് ഉണ്ട്. നമ്മൾ രണ്ടിലും പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി കാഴ്ച നമുക്ക് നേരിട്ട് കാണാം. അങ്ങനെ മഹാരാജാമേട്ട് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി നമ്മളങ്ങനെ നടന്നു കയറുകയാണ്. ഇരുവശത്തും വളരെ മനോഹരമായ ബെഡ് വിരിച്ചതുപോലത്തെ പച്ച പുതച്ച് കിടക്കുന്ന തേയിലത്തോട്ടം. അതൊക്കെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ കാണാൻ വേണ്ടി. നല്ല ക്ലൈമറ്റ് കാര്യങ്ങളെല്ലാം, ആ പച്ചപ്പ് നിറഞ്ഞ കൂമ്പൊക്കെ വന്നിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ നമ്മുടെ തേയിലച്ചെടികൾക്ക്. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. നല്ല സ്വർണ്ണ കളർ പോലെ നല്ല രസമാണ് കേട്ടോ. പച്ച കളർ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു പ്രത്യേകം പച്ചയും സ്വർണ്ണവും മിക്സ് ചെയ്തൊരു കളറാണ് നമുക്ക് അതിൻ്റെ കൂമ്പിനൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നീലാകാശത്തിൻ്റെ കാര്യം നമുക്ക് എപ്പോഴും എടുത്തു പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം അത്ര വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ആകാശവും ഇതിനോടൊപ്പം തന്നെ സമ്മാനിക്കുന്നത്. ഇത് ഇവിടെ നമ്മൾ ചുറ്റും നോക്കിക്കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. ഏകദേശം നമ്മൾ മേളിൽ ചെന്ന ഒരവസ്ഥയാണ്. ഇവിടുന്ന് കുറച്ച് ഈ കാണുന്ന മരങ്ങളൊക്കെ ഉണ്ടോ, അപ്പം അതിൻ്റെ ഇടയ്ക്കൂടെ നടക്കുന്ന ഒരു നടപ്പ് പോലും കൂടി ഒരു അനുഭവമാണ് കേട്ടോ. നല്ല രസമാണ്. അപ്പം അവിടുന്ന് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ അങ്ങോട്ട് കയറി പോകുന്നത് കാണാൻ പറ്റും. അപ്പം ഇറങ്ങി വരുന്നവർക്കാണെങ്കിലും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ ചെന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊക്കെ കോട കയറിയ ഒരു സമയമൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് കാഴ്ച എത്രമാത്രം നല്ലതായിരിക്കും എന്ന് നമുക്ക് ചെന്നിട്ട് ബാക്കി ഞാൻ പറയാം കേട്ടോ. അങ്ങനെ ഏകദേശം നമ്മൾ മഹാരാജാമേട്ട് വ്യൂ പോയിന്റിൻ്റെ മേളിൽ ഏകദേശം എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നടന്നു വന്നതുപോലെ കുറേ ദൂരം നടക്കാനുണ്ട് കേട്ടോ. ഞാൻ വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടി കുറേ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതാണ്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് നമുക്ക് താഴേക്ക് കിട്ടുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു കിടിലം വ്യൂ തന്നെയാണ് കേട്ടോ. നമുക്കൊരു ആകാശത്തു നിന്ന് എങ്ങനെ നമുക്ക് കാണാൻ പറ്റും അതുപോലത്തെ ഒരു വ്യൂ തന്നെയാണ്. പക്ഷേ നമ്മുടെ നിർഭാഗ്യവശാൽ നമുക്ക് അന്തരീക്ഷം തെളിഞ്ഞൊരവസ്ഥയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ താഴത്തെ കാഴ്ചകളൊന്നും വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഇവിടുത്തെ നമുക്ക് ആ ഒരു കാഴ്ച സമ്മാനിക്കുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു ലോകം എന്താണെന്നുള്ള കാര്യം ശരിക്കും മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ നിർഭാഗ്യവശാൽ നമ്മൾ വന്ന സമയത്തിൻ്റെ പ്രശ്നം കൊണ്ട് നമുക്ക് ചെറിയൊരു കാഴ്ച നേരത്തെ പറഞ്ഞതുപോലെ അത്ര വിസിബിൾ ആയില്ല. പക്ഷേ എന്നാൽ പോലും കൂടി നമുക്കിവിടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അടിപൊളി. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു അവിടെ 2 വ്യൂ പോയിന്റ് ഉണ്ടെന്ന്. അപ്പം നമ്മൾ അതിലൊന്നാണ് ഇപ്പോൾ കണ്ടത്. ഇനി ഇവിടെ നിന്ന് കുറച്ചുകൂടെ മേളിലേക്ക് കയറി പോകുമ്പോൾ വേറൊരു വ്യൂ പോയിന്റ് വേറൊരു സൈഡ് നമുക്ക് കാണാൻ പറ്റും. അവിടെ ഒരു ചെറിയ ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി പോകുന്നത് ആ സൈഡിലേക്കാണ് കേട്ടോ. ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ ആ മേളിലത്തെ 2ാമത്തെ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. തേനി ജില്ലയിലെ മേഘമലയിൽ സ്ഥിതി ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു വ്യൂ പോയിന്റാണ് മഹാരാജാമേട്ട്. വെണ്ണിയാൽ ടീ എസ്റ്റേറ്റിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടെ നിന്ന് വരസനാട് കുന്നുകൾ, തേയിലത്തോട്ടങ്ങൾ, കമ്പം താഴ്വര എന്നിവയുടെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാം. മേഘമലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ഇവിടെ ചെറിയ ട്രെക്കിങ്ങിലൂടെയും ആനകൾ ഉൾപ്പെടെയുള്ള വന്യജീവികളെ കാണാൻ അവസരമുണ്ട്. ചുറ്റും കുന്നുകളും സമൃദ്ധമായ തേയിലത്തോട്ടങ്ങളും റോക്കി പർവ്വതനിരകളും കാണാൻ സാധിക്കും.
സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഏകദേശം 250 മീറ്ററോളം നടന്നാൽ മാത്രമേ മഹാരാജ മേട്ട് വ്യൂ പോയിന്റിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ശാന്തവും പ്രകൃതി രമണീയവുമായ അന്തരീക്ഷം എല്ലാം കൊണ്ടും മേഘമലയിലെ മനോഹരമായ കാഴ്ചകൾ ഇവിടെ നിന്ന് ആസ്വദിക്കാൻ സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം നടക്കാനൊക്കെ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ മാത്രം നിങ്ങളിങ്ങോട്ട് കയറി വന്നാൽ മതി കേട്ടോ. കാരണം ഒരുപാട് കയറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കയറി വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ് സംഭവം. പിന്നെ നല്ല ചൂട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ കയറി വരുമ്പോൾ നമ്മൾ മടുത്തു പോകും. കുറച്ച് വെള്ളമൊക്കെ കൈ കരുതണം. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് കുപ്പികളിൽ വെള്ളം കരുതാതിരിക്കുക. അതുപോലെ ചില്ല് കുപ്പികളിലും പിന്നെ ഫ്ലാസ്കിലൊക്കെ നമ്മൾ വെള്ളം എടുത്തുകൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലാസ്റ്റിക് കുപ്പി വെള്ളം കൊണ്ടുവന്നാലും താഴെ അവർ മേടിച്ചു വെക്കും. നമ്മൾ ഉപേക്ഷിക്കേണ്ട അവസ്ഥ വരും. ഇത് ഈ കാണുന്നത് വയർലെസ് സ്റ്റേഷനാണ് കേട്ടോ. അവിടെ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. ഇവിടെ ആന, കടുവ, പുലിയൊക്കെ ഒരുപാട് ഉള്ള സ്ഥലം ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആ കാണുന്ന ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ എൻഡിങ് പോർഷനിലായിട്ട്. അങ്ങനെ പിന്നെ ഇവിടുന്ന് കിട്ടുന്ന ഒരു വ്യൂ അടിപൊളി തന്നെയാണ് കേട്ടോ. നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ വിസിബിൾ ആയിട്ടില്ലായിരുന്നു നമ്മുടെ കാഴ്ചകളൊന്നും. കാരണം അത്യാവശ്യം മറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കോടയൊക്കെ കയറി. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു ആംബിയൻസ് എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നു കേട്ടോ. നമ്മുടെ നിർഭാഗ്യവശാലാണ് നമുക്ക് കറക്റ്റ് ആ ഒരു കാഴ്ച കിട്ടാതെ പോയത്. പക്ഷേ സംഭവം അടിപൊളിയാണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് താഴേക്ക് പോരുകയാണ്. അപ്പം എന്തായാലും മേഘമല നമുക്ക് ഒരുപാട് നല്ല കാഴ്ചകളും അതുപോലെ യാത്രയുടെ ആ ഒരു രസമൊക്കെ സമ്മാനിച്ച നല്ലൊരു വിനോദയാത്ര തന്നെയായിരുന്നു മേഘമല യാത്ര. മേഘമലയിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ അടങ്ങിയ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഉറപ്പായും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പം ഇനിയും വളരെ മനോഹരമായ ഒട്ടനവധി വീഡിയോയുമായി കാണാം. അതുവരെ ബൈ ബൈ.